ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ പൈസീസ് സൺ സൈൻ, പൈസീസ് മൂൺ സൈൻ, പൈസീസ് അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസുനേറ്റ് ആവില്ല. റെസുനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസുനേറ്റ് ആവാത്ത മെസ്സേജസ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. ഇത് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസുനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ വാട്സാപ്പ് മെസ്സേജിൽ നിങ്ങൾക്ക് വേണമെച്ചാൽ കോൺടാക്റ്റ് ചെയ്യാം, അവിടെ മെസ്സേജ് അയക്കാം. ഇല്ല വെച്ചാൽ ഇമെയിലിൽ മെസ്സേജ് അയക്കാം. അതല്ല വെച്ചാൽ എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്, അവിടെയും വേണമെച്ചാൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കാം. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ചാനലിൽ മെമ്പർ ആവാം. ഞാൻ വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് ഫോൺ കോൾസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്ലീസ് ഫോൺ ചെയ്യരുത്, എന്നുവെച്ചാൽ എനിക്കത് റിസീവ് ചെയ്യാൻ പറ്റില്ല. മെസ്സേജ് അയച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ മന്ത്ലി സെപ്റ്റംബർ മെസ്സേജസ് എന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്റ്റംബർ മാസം എന്ന് നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ പൈസീസ്, എന്താണ് നിങ്ങളുടെ സെപ്റ്റംബർ മാസത്തിൻ്റെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി സെപ്റ്റംബർ മാസത്തിൽ 9 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ ഏസ് ഓഫ് കപ്സ്. നിങ്ങളുടെ കറണ്ട് സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജി 8 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി 4 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ചാലഞ്ച് പൊസിഷനിൽ എംപ്രസ്. നിങ്ങളുടെ അഡ്വൈസ് ആയിട്ട് 6 ഓഫ് വാൻഡ്സ്. സർപ്രൈസ് ഫാക്ടറിൽ നിങ്ങൾക്ക് ചാരിയറ്റ്. ഔട്ട്കം നിങ്ങൾക്ക് ഈ കാർഡ്. അപ്പോൾ 9 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതിൻ്റെ മുമ്പ് എനിക്ക് എന്താ പറയാമെന്നുള്ള വെച്ചാൽ, നിങ്ങൾ എൻ്റെ ഇംഗ്ലീഷ് ചാനലിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പൈസീസിന് വേണ്ടിയിട്ട് ഒരു നല്ല റീഡിംഗ് ആണ് ഈ മാസം വന്നിരിക്കണേ. ഇത് ഞാൻ എല്ലാം ചാനൽസിൽ വേറെ റീഡിങ്സ് ആണ് ചെയ്യാറ്. ഒരു റീഡിങ്ങും ഒരു മാതിരി ആയിരിക്കില്ല. അപ്പോൾ ആ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പൈസീസ് വീഡിയോ അത് ഡെഫിനറ്റ്ലി നോക്കണം. എന്നുവെച്ചാൽ അതൊരു നല്ല റീഡിംഗ് ആണ് പൈസീസിന് വേണ്ടിയിട്ട്. എൻ്റെ ഇംഗ്ലീഷ് ചാനലിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോളോ ഇതുവരെ ചെയ്യണില്ല വെച്ചാൽ അവിടെ ഡിസ്ക്രിപ്ഷനിൽ പേരും ഹാൻഡിലൊക്കെ നോക്കിയാൽ മതി. അവിടെ ഫോളോ ചെയ്തിട്ട് എന്നെ ആ പൈസീസ് വീഡിയോ ചെക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ അതൊരു നല്ല റീഡിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 9 ഓഫ് കപ്സ് നിങ്ങളുടെ ഓവറോൾ എനർജി ഈ മാസം. ഇതൊരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഉണ്ടായിരുന്നു, അത് ഈ മാസം യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ 7 ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് ഈ മാസം ഒരു മിക്സ്ഡ് മന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ചില ചാലഞ്ചസ് ഉണ്ട്, ബ്ലോക്സ് ഉണ്ട്. ഇവിടെ ഒരു ചതിയുടെ എനർജി ഉണ്ട്. ആരോ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒളിപ്പിക്കണ എനർജി, എന്തോ ഒരു മാനിപ്പുലേഷൻ്റെ എനർജി ഉണ്ട്. ചിലവർ നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്യണ എനർജി ഉണ്ട്. ചിലവർ നിങ്ങളെ വാണിച്ചിട്ട് സാബോട്ടാജ് ചെയ്യണ എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടും നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ പാസ്റ്റിൻ്റെ എനർജിയിൽ ഏസ് ഓഫ് കപ്സ്. പാസ്റ്റിൻ്റെ എനർജിയിൽ ഞാനൊരു പുതിയ ബിഗിനിങ് ആണ് കാണുന്നത്. ഇതൊരു ഫ്രണ്ട്ഷിപ്പായിട്ടായിരിക്കാം തുടങ്ങിയിട്ടുണ്ടാവുക, പക്ഷേ ഇതൊരു റൊമാൻറ്റിക് എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. പക്ഷേ നിങ്ങൾക്ക് എന്തോ ഒരു മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ടായില്ല, എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. മേ ബി ഫാമിലിയുടെ കാരണമായിരിക്കാം ഈ ബ്ലോക്ക് ഉള്ളത്. അവരുടെ ഫാമിലി, നിങ്ങളുടെ ഫാമിലി, അതിൻ്റെ കാരണം എന്തോ ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടായി.
ഈ മാസം പക്ഷേ സെപ്റ്റംബർ ആകുമ്പോഴേക്കും കാര്യങ്ങൾ ആദ്യം മുമ്പോട്ട് പോകണു. 8 ഓഫ് വോൺസ് ഇവിടെ ഞാൻ ഫോർവേഡ് മൂവ്മെൻറ്റ് കാണുന്നുണ്ട്, കുറേ കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്, ക്ലാരിറ്റി ഉണ്ട്, സക്സസ് ഉണ്ട്. അത് ഉണ്ടായിട്ടും എന്തോ ഇവിടെ ഞാൻ ആദ്യം ഒരു ബ്ലോക്ക് കാണുന്നുണ്ട്, തടസ്സം. ഓക്കെ, ഹാങ്ഡ് മാൻ. അതെന്താ വെച്ചാൽ നിങ്ങൾ എന്തോ പാസ്റ്റിൻ്റെ എന്തോ ഒരു ഇഷ്യൂ പിടിച്ചിട്ടാണ് ഇവിടെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ആവണത്. പാസ്റ്റിൻ്റെ എന്തോ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്, പറഞ്ഞാൽ പാസ്റ്റിൽ എന്തോ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ആൻഡ് ആ ഇഷ്യൂ ആയിരിക്കും നിങ്ങളെ ഇപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യണത്. അതല്ല വെച്ചാൽ ആ ഇഷ്യൂ ആദ്യം നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരണ മാതിരി, ആ സെയിം ഇഷ്യൂ റിപ്പീറ്റ് ആവണ മാതിരി ഒരു എനർജി ഉണ്ട്. അതല്ല വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പാസ്റ്റിൻ്റെ പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ കാരണം ആദ്യം ഈ റിലേഷൻഷിപ്പിൽ, ഈ പുതിയ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ പിന്മാറണു എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ അറിയില്ല എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് അറിയില്ല ഈ പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, നല്ലതാണോ, ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് എന്താ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ അതുണ്ടായാലും നിങ്ങൾ സ്റ്റെബിലിറ്റിയിലേക്കാണ് പോണത്. നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി വരും, പക്ഷേ അത് കുറച്ച് സമയമെടുക്കും. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പുതിയ ജോലിയുടെ ഓഫറും ഇവിടെ കാണുന്നുണ്ട്. ഈ ജോലിയുടെ ഓഫർ ചിലപ്പോൾ പുറമേ ഉള്ള ഓഫറായിരിക്കാം, ഇവിടെ വേറെ ഒരു സിറ്റി, വേറെ കൺട്രി, അങ്ങനത്തെ ഒരു ഓഫർ ആവാം. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം എംപ്രസ് ആണ്. അപ്പോൾ ഈ എംപ്രസ് എനർജി ഒരു മദറുടെ എനർജിയാണ്. അപ്പോൾ വൈഫ്, മദർ, അങ്ങനത്തെ ഒരു എനർജിയാണ്. ഇത് നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യമാവാം. അപ്പോൾ എന്തോ നിങ്ങളൊരു വുമൻ ആണ് വെച്ചാൽ ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ് ആവാം. അതല്ല വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കോ ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ആവാം. അപ്പോൾ എന്തായാലും ഇവിടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷിക്കണം ഈ മാസം. അതിൽ കുറച്ചൊരു സമയം എടുക്കും റിക്കവർ ചെയ്യാൻ. പക്ഷേ നിങ്ങൾക്ക് അഡ്വൈസ് ഇവിടെ ഉള്ളത്, ആൻഡ് അത് മാത്രമല്ല ഇവിടെ ഒരു സെപ്പറേഷൻ്റെ എനർജിയും കാണാണ്ട്, ഏതോ ഒരു പേഴ്സൻ്റെ അടുത്തുനിന്ന് സെപ്പറേഷൻ്റെ എനർജിയും ഇവിടെ ചാലഞ്ച് ആവാം നിങ്ങൾക്ക്. പക്ഷേ അതൊന്നും നിങ്ങൾ ഹീൽ ചെയ്യും എന്നാണ് ഞാൻ കാണുന്നത്. 6 ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് ഇവിടെ എന്താ വെച്ചാൽ എല്ലാം ശരിയാവും. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ ജസ്റ്റിസ് എനർജി ഉണ്ട്. നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ എസ്പെഷ്യലി നിങ്ങൾക്ക് കുറേ റിവാർഡ്സ് ഉണ്ടാവും, കുറേ നല്ല ഔട്ട്കമാണ് നിങ്ങളുടെ കരിയറിൽ ഞാൻ കാണുന്നത്. ഇവിടെ കുറേ ഫെയിം, പോപ്പുലാരിറ്റിയുടെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൺലൈൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് വെച്ചാൽ അതിൽ കുറേ സക്സസ് ഉണ്ട്. സോഷ്യൽ മീഡിയ അതിലും കുറേ വൈറൽ ആവാൻ ചാൻസ് ഉണ്ട്, കുറേ പോപ്പുലർ ആവാൻ ചാൻസ് ഉണ്ട്. ചാരിയറ്റാണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ ഇവിടെ ഒരു ട്രാവൽഡ് എനർജി കാണാണ്ട്, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സഡൻ ട്രാവൽ, ട്രിപ്പ്, അങ്ങനെ എന്തെങ്കിലും. പക്ഷേ ഇവിടെ സക്സസിൻ്റെ എനർജിയും ഉണ്ട്. മൂൺ, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ കൺഫ്യൂഷനാണ്, നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാക്കേണ്ടി വരും, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല എന്താ വേണ്ടതെന്ന്. ആദ്യം ഇവിടെ ഒരു മദറുടെ എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങളുടെ മദർ ഇല്ലച്ച വൈഫിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു പറഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂ ആവാം, അതല്ല എന്തോ നിങ്ങൾക്ക് സൂക്ഷിക്കാനുണ്ട് ഈ മാസം. നിങ്ങളുടെ ഔട്ട്കം 8 ഓഫ് കപ്സ് ആണ്. അപ്പോൾ 8 ഓഫ് കപ്സ് ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ലാത്ത എനർജിയാണ്. നിങ്ങൾ ആ സിറ്റുവേഷനെ വിട്ടു പോകണു. ഇവിടെ ഒരു റിജക്ഷൻ്റെ എനർജി കാണാണ്ട്, പൈസയുടെ കാര്യത്തിലും കുറച്ച് സൂക്ഷിക്കണം. 4 ഓഫ് കപ്സ്, അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു ചതിയുടെ എനർജി, ഞാൻ ഇവിടെ പറഞ്ഞ മാതിരി എന്തോ ഒരു ബിട്രയലിൻ്റെ എനർജി ഉണ്ട്. ആരോ നിങ്ങളെ ചതിച്ച മാതിരി ഒരു ഫീലിംഗ്, എന്തോ ഒരു എൻഡിങ് ഉണ്ട്, ഒരു റിലേഷൻഷിപ്പിൻ്റെ എൻഡിങ് ആവാം. അതുകൊണ്ട് നിങ്ങൾ കുറേ സ്ട്രെസ്സ് എടുക്കണു, അതും ഇവിടെ കാണാണ്ട്. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ കുറച്ചൊരു പേഷ്യൻ്റ്ലി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ കാര്യങ്ങൾ ശരിയാവും, പക്ഷേ അതിന് സമയമെടുക്കും. എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഒറക്കിൾ മെസ്സേജ് പറയണത് കോംപ്രമൈസ്. ഓക്കെ, അപ്പോൾ ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും.
ടേക്ക് ആക്ഷൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തോ നിങ്ങൾക്ക് ഒരു ആക്ഷൻ കൊടുക്കാണ്ട് ഒരു കോംപ്രമൈസും ചെയ്യാണ്ട്, അതാണ് ഇവിടെ മെസ്സേജ് പറയണത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. പൈസീസ്, ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്ത് ഇത് എങ്ങനെയാണ് റെസൊനേറ്റ് ചെയ്തു എന്ന് പറയുക. പിന്നെ പേഴ്സണലായിട്ട് റീഡിങ് വേണം വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ വീഡിയോ റെക്കോർഡിങ്സ് ചെയ്യുമ്പോൾ എനിക്ക് ഫോൺ കോൾസ് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് മെസ്സേജ് ചെയ്താൽ മതി. വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും. ഇല്ലച്ചാൽ എന്നെ ഇമെയിൽ ചെയ്യുക, അതുമല്ല വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലും നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.